ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 2026-27 കാലയളവിൽ നടക്കാൻ പോകുന്ന മുഴുവൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും ഹാജാസ് ക്ലാസ്സസ് തയ്യാറാക്കുന്ന മാസ്റ്റർ ക്ലാസിന്റെ 11ാമത്തെ ഭാഗമാണ്. ഇന്ന് നമ്മൾ കേരള ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് നോക്കാൻ പോകുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചാണ്. കേരളത്തിൽ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ വന്യജീവി സങ്കേതങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ജില്ല തിരിച്ചിട്ടുള്ള ലിസ്റ്റാണ്. നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയില് 2 വന്യജീവി സങ്കേതങ്ങളാണ് നിലവിലുള്ളത്. ഒന്നാമത്തത് നെയ്യാറാണ്. 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. രണ്ടാമത്തേത് പേപ്പാറയാണ്. 1983 ആ ഒരു വന്യജീവി സങ്കേതം വരുന്നത്. അപ്പൊ കേരളത്തിൽ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഈ വന്യജീവി സങ്കേതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തുള്ള 2 വന്യജീവി സങ്കേതങ്ങൾ നമ്മൾ തുടങ്ങുന്നു. ഈ 18 നമ്മൾ പഠിക്കാനുണ്ട്. 18 തുടങ്ങിയ വർഷങ്ങളും പഠിക്കാനുണ്ട്. അപ്പൊ നെയ്യാർ 1958 നെയ്യാർ വന്യജീവി സങ്കേതം വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്ക് അപ്പുറത്താണ് ഈ ഒരു നെയ്യാർ ഡാമും ഉണ്ട്. അതിനോടൊപ്പമാണ് ഈ വന്യജീവി സങ്കേതം ഉള്ളത്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. അത് മറ്റൊരു വശത്താണ്. തിരുവനന്തപുരത്തിന്റെ പൊന്മുടി ആ ഒരു ഭാഗത്താണ് ഈ പേപ്പാറ വന്യജീവി സങ്കേതം. 1983 ആ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് കൊല്ലത്താണ് ചെന്തുരുണി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം. 1984 ഈ വന്യജീവി സങ്കേതം വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മൾ നേരത്തെ ദേശീയ ഉദ്യാനങ്ങൾ പറഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ കേരളത്തിലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അതേപോലെ തന്നെയാണ് വന്യജീവി സങ്കേതങ്ങളും. കേരളത്തിൽ 4 വന്യജീവി സങ്കേതങ്ങളാണ് ഇടുക്കിയിലുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളതും ഈ പറയുന്ന ഇടുക്കിയിൽ തന്നെയാണ്. അതിൽ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന പെരിയാർ 1950 നിലവിൽ വന്ന വന്യജീവി സങ്കേതമായ പെരിയാറാണ് അതിൽ ഇടുക്കിയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. ചിന്നാറ് അത് ഇടുക്കിയിലാണ്. 1984 ഇടുക്കി വന്യജീവി സങ്കേതം എന്നൊരു വന്യജീവി സങ്കേതമുണ്ട്. 1976 ആ വന്യജീവി സങ്കേതം വരുന്നത്. പിന്നെ ഉള്ളത് കുറിഞ്ഞിമല എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതമുണ്ട്. 2006 അതായത് ഏറ്റവും അവസാനമായി ഇടുക്കിയിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. 2006 ആ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. അപ്പൊ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ജില്ലകളിലെ വന്യജീവി സങ്കേതങ്ങളുടെ പേരുകൾ വ്യക്തമായി നമ്മൾ പഠിച്ചു. കൊല്ലം ജില്ലയിൽ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് അവിടെ ഉള്ളത്. 1984 കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത്. അതിൽ ആദ്യം വരുന്നത് പെരിയാറാണ്. 1950 പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ഇടുക്കി വന്യജീവി സങ്കേതമുണ്ട്, ചിന്നാറുണ്ട്, അതേപോലെ കുറിഞ്ഞിമലയുണ്ട്. തട്ടേക്കാട് വന്യജീവി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ് തട്ടേക്കാട് വന്യജീവി സങ്കേതം എന്ന PSC ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പഠിക്കണം. തട്ടേക്കാട് വന്യജീവി സങ്കേതം ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. മംഗളവനവും എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം തട്ടേക്കാടാണ്. 1983 അത് നിലവിൽ വരുന്നത്. 2004 മംഗളവനം നിലവിൽ വരുന്നത്. തൃശ്ശൂരിൽ 2 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഒന്ന് ചിമ്മിനിയും 84 നിലവിൽ വരുന്നു. പീച്ചി വാഴാനി 1958 നിലവിൽ വരുന്നു. പീച്ചി വാഴാനി. അടുത്തത് പാലക്കാട് ജില്ലയിൽ 2 വന്യജീവി സങ്കേതങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് പറമ്പിക്കുളം, 2 ചൂളന്നൂര്. ഇത് രണ്ടുമാണ് പാലക്കാട് ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ. അതിൽ പറമ്പിക്കുളം 73 ചൂളന്നൂര് 2007 നിലവിൽ വന്നത്. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോടാണ്. അതുപോലെ മുത്തങ്ങ വന്യജീവി സങ്കേതം, വളരെ ഫേമസ് ആയിട്ടുള്ള മുത്തങ്ങ വന്യജീവി സങ്കേതമുള്ളത് വയനാടാണ്. 1973 ആറളം വന്യജീവി സങ്കേതം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിച്ചിട്ടുണ്ട്, ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം ഉള്ളത്. കണ്ണൂരിൽ മറ്റൊന്നുണ്ട്, കൊട്ടിയൂര് വന്യജീവി സങ്കേതം. 2011 നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം അത് കണ്ണൂരിലാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരിലാണ്. മലപ്പുറം ജില്ലയിലൊരു വന്യജീവി സങ്കേതമുണ്ട്. 2014 നിലവിൽ വന്ന, ഏറ്റവും ഒടുവിലായി നിലവിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴയുള്ളത്. കണ്ണൂരിൽ 2 വന്യജീവി സങ്കേതങ്ങളുണ്ട്. എന്നാൽ
തിരുവനന്തപുരം ജില്ലയിൽ 2 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത്. എറണാകുളത്ത് തട്ടേക്കാടും മംഗളപുരവും. PSC ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി ചോദിച്ചിട്ടുള്ളത് അതിന്റെ വർഷങ്ങളാണ്. ഏറ്റവും വ്യക്തമായി നമ്മളത് പഠിക്കണം. 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത് എന്ന് വ്യക്തം. നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ എന്ത് എടുത്തിട്ടുണ്ടായിരുന്നു? കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൃത്യമായി പഠിക്കണം. വന്യജീവി സങ്കേതങ്ങളും പഠിക്കണം. മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2026-27 നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന കോർ ടോപ്പിക് അതെല്ലാം ഒന്ന് കവർ ചെയ്ത് പോവുക. അതും എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലല്ല, വളരെ സമഗ്രമായ ഒരു ക്ലാസ്, വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ട് വന്നിരുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ക്ലാസ് ആണ് ഈ മാസ്റ്റർ ക്ലാസ്. അതിന്റെ 11ാമത്തെ എപ്പിസോഡാണ്. 15ാമത്തെ എപ്പിസോഡ് എക്സാം ആയിരിക്കും. ഓക്കെ, ഈ 15 ഭാഗങ്ങളിൽ നിന്നുള്ള എക്സാം ആയിരിക്കും. ആദ്യത്തെ 5 പാർട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സാം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 7, 8, 9, 10, 11 എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈപ്പോതലാമസ് പഠിച്ചു. ഇന്നിപ്പോ നമ്മൾ വന്യജീവി സങ്കേതങ്ങളാണ്. നാളെ ഹൈപ്പോതലാമസിന്റെ ബാക്കി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. മറന്നു പോകരുത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കിയിലാണ്, 4 എണ്ണം. ഇനി നമുക്ക് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം 1950 നിലവിൽ വന്ന ആദ്യത്തെ വന്യജീവി സങ്കേതമായ പെരിയാർ വന്യജീവി സങ്കേതത്തെ കുറിച്ച് പറയാം. കേരളത്തില് 18 വന്യജീവി സങ്കേതങ്ങളുള്ളതിൽ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അതേപോലെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗം ആയിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ്. വന്യജീവി സങ്കേതങ്ങളിൽ കേരളത്തിന്റെ വന്യജീവി സങ്കേതങ്ങൾക്ക് പശ്ചിമഘട്ടവുമായിട്ട് ബന്ധമുണ്ട്. അതേപോലെ തന്നെ പെരിയാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് അത്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, കേരളത്തിലെ ആദ്യത്തെ കടുവ വന്യജീവി ടൈഗർ, അപ്പോ കടുവ വന്യജീവി സങ്കേതം. അതുപോലെ ഇന്ത്യയിലെ 10ാമത്തെ കടുവ കേന്ദ്രം, ഇന്ത്യയിലെ 10ാമത്തെ കടുവ കേന്ദ്രം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, കേരളത്തിലെ ആദ്യത്തെ കടുവ വന്യജീവി സങ്കേതം, ഇന്ത്യയിലെ 10ാമത്തെ കടുവ കേന്ദ്രം ആണ് ഈ പറയുന്ന പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ഇനി പഴയകാല പേരെന്താണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ രാജാവാരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ രാജാവ്. ഊർജ ഉൽപാദനത്തിന് വിൻഡ് ടർബൈൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് പെരിയാർ ടൈഗർ റിസർവ്. അപ്പം ഊർജ ഉൽപാദനത്തിന് വേണ്ടി കാറ്റാടി വിൻഡ് ടർബൈൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഊർജ ഉൽപാദനത്തിന് വേണ്ടി വിൻഡ് ടർബൈൻ സ്ഥാപിച്ച വന്യജീവി സങ്കേതം എന്തെന്ന് ചോദിച്ചാൽ പെരിയാറാണെന്ന് പറയണം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. വർഷം പറഞ്ഞ് 1950. കേരളത്തിലെ ആദ്യത്തെ കടുവ വന്യജീവി സങ്കേതം അതും പെരിയാറാണ്. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതം അതും പെരിയാറാണ്. ഈ 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ രാജാവാരായിരുന്നു? അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരുന്നു. പഴയകാല പേരെന്താണ് പെരിയാറിന്റെ? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. അപ്പോൾ ഈ പെരിയാർ വന്യജീവി സങ്കേതം ആദ്യകാലങ്ങളിൽ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് അറിയപ്പെട്ടിരുന്നെങ്കിലും ഈ ഒരു പെരിയാർ വന്യജീവി സങ്കേതത്തിന് മറ്റൊരു പേരുണ്ട്. അതെന്താണെന്ന് അറിയാമോ? തേക്കടി വന്യജീവി സങ്കേതം. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം എന്നാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, പെരിയാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരു വർഷം പറഞ്ഞായിരുന്നു 1950. 1950 പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇതിനെ ഒരു കടുവ സങ്കേതമായി പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 78. 28 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. 1978 ഇതിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഈ ഒരു പെരിയാറിന്റെ കോർ പ്രദേശത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 1982 എന്ന് പറയണം. അപ്പോ ഈ ഒരു പെരിയാർ വന്യജീവി സങ്കേതം ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചാൽ
പീരുമേട് താലൂക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലൈഡാണിത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പെരിയാറുമായി ബന്ധപ്പെട്ട വർഷങ്ങളാണ് ഇവിടെ പറയുന്നത്. പെരിയാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1950-ലാണ്. ഇതിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുന്നത് 1978-ലാണ്. ഇതിലെ കോർ പ്രദേശത്തെ ദേശീയ ഉദ്യാനമായി, പെരിയാറിന്റെ കോർ പ്രദേശത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് 1982-ലാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഏത് താലൂക്കിലാണ്? പീരുമേട് താലൂക്കിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, അതുപോലെ ആദ്യത്തെ കടുവാ സങ്കേതം അല്ലെ? അപ്പൊ കടുവ വന്യജീവി സങ്കേതം. പെരിയാറിന്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ തേക്കടി വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതം എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 4 എണ്ണമുണ്ട്. കേരളത്തിലാകെ എത്ര എണ്ണമുണ്ട്? 18 എണ്ണമുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഈ പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലഫന്റിന് കീഴിലായ വർഷം 1992. വളരെ ഇമ്പോർട്ടന്റ് ആയ വർഷങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞു പോകുന്നത്. വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം, ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുന്ന വർഷം, അതിന്റെ കോർ പ്രദേശത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്ന വർഷം, പെരിയാർ വന്യജീവി സങ്കേതത്തെ പ്രോജക്റ്റ് എലഫന്റിന് കീഴിലാക്കിയ വർഷം 1992. ശബരിമല അപ്പം ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ അത് ഇടുക്കിയിലല്ലേ? ഇടുക്കിയിലല്ലല്ലോ ശബരിമല. അല്ല. പക്ഷേ പെരിയാർ വന്യജീവി സങ്കേതം 3 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതിൽ ഇടുക്കിയുണ്ട്, പത്തനംതിട്ടയുണ്ട്, കോട്ടയമുണ്ട്. 3 ജില്ലകളിലായിട്ടാണ് പെരിയാർ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്. അത്രത്തോളം വിസ്തീർണമുണ്ട്. കേരളത്തിന്റെ കണക്കനുസരിച്ച് ഒരു വിസ്തീർണവും, എന്നാൽ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് മറ്റൊരു വിസ്തീർണവുമാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് വരാം. അതിനു മുമ്പ് മറ്റൊരു ഒരു പോയിന്റ്, ലോക ബാങ്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ്, BCR ലിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്, അതിന്റെ പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് അറിയാമോ? പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നൊരു ക്ഷേത്രമുണ്ട്. കേരളത്തിലെ ആരാധനാലയമാണ്. ആ ക്ഷേത്രത്തിന്റെ പേരാണ് മംഗളാദേവി ക്ഷേത്രം. PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഇതിനകത്ത് മിക്കവാറും ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷയിൽ അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷയിൽ ചില ചോദ്യങ്ങൾ ആവർത്തനങ്ങളുമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കേരളത്തിന്റെ ഒരു ആരാധനാലയമുണ്ട്. അതിന്റെ പേരാണ് മംഗളാദേവി ക്ഷേത്രം. ഇനി 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ ടൈഗർ റിസർവിനെയും അതുപോലെ തന്നെ പെഞ്ച് ടൈഗർ റിസർവിനെയും, മധ്യപ്രദേശിലെ പെഞ്ച് ടൈഗർ റിസർവിനെയും, ഇവര് രണ്ടുപേരെയുമാണ് 2018 ഏറ്റവും മികച്ച ടൈഗർ റിസർവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മറന്നു പോകരുത്. ഏറ്റവും നന്നായിട്ട് നമ്മൾ മുട്ടായി ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത്, പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം ചോദിച്ചാൽ പറയണം 777 കിലോമീറ്റർ സ്ക്വയർ. എന്നാൽ അത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ രേഖകൾ പ്രകാരമാണ് 777. എന്നാൽ 925 കിലോമീറ്റർ സ്ക്വയർ ആണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ രേഖകൾ പ്രകാരം. ഇത് രണ്ടും പഠിച്ചു വെക്കണം. 777 ആണ് കേരളത്തിന്റെ രേഖകൾ പ്രകാരം. എന്നാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ രേഖകൾ പ്രകാരം 925 കിലോമീറ്റർ സ്ക്വയർ ആണ് പെരിയാറിന്റെ വിസ്തീർണം. എടാ, ഇത് 3 ജില്ലകളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. കോട്ടയം, ഇടുക്കി, അതേപോലെ തന്നെ പത്തനംതിട്ട. ഓക്കെ, ക്ലിയർ ആണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചില ആൾക്കാർ ക്ലാസ്സുകൾ കാണാറുണ്ട്. ചില ക്ലാസ്സുകൾ കണ്ടിങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്നൊന്നും, അവർക്ക് കുറെ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, അപ്പം ഇങ്ങനെ കണ്ടുപോകുന്നു. ചില ആൾക്കാർ ചില സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു ക്ലാസ്സിന്റെ പുറകിൽ ഒരു വലിയൊരു എഫേർട്ട് ഉണ്ട്. നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായമെങ്കിലും രേഖപ്പെടുത്താതെ ഒരിക്കലും ഒരു ക്ലാസ് കണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തെ കുറിച്ചാണ്. വയനാട് ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമുള്ളത്. മുത്തങ്ങയുമായിട്ട് ബന്ധപ്പെട്ട മുത്തങ്ങ സമരം, CK ജാനുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം.
കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ആയതുകൊണ്ടാണ് നമ്മൾ മുത്തങ്ങയെ കുറിച്ച് രണ്ടാമത് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. പെരിയാർ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. ഇത് വയനാട് വന്യജീവി സങ്കേതം എന്നും പറയാറുണ്ട്, മുത്തങ്ങ എന്നും പറയാറുണ്ട്. ഇതിന്റെ കൃത്യമായിട്ടുള്ള ആസ്ഥാനം മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. ഓക്കെ, ഇനി ഇതിന് രണ്ട് മറ്റു പേരുകളുണ്ട്. നമ്മൾ നേരത്തെ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ചുറി എന്നും തേക്കടി വന്യജീവി സങ്കേതം എന്നൊക്കെ പെരിയാറിന് പറഞ്ഞതുപോലെ ഈ ഒരു മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന് രണ്ട് പേരുകളുണ്ട്. ഒന്ന് ബേഗൂർ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു. അപ്പോ ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മുത്തങ്ങയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് പെരിയാറിൽ ടൈഗറുകളാണ്, കടുവകളാണെങ്കിൽ മുത്തങ്ങയിൽ ആനയാണ്. ഓക്കെ, ഈ വയനാട് വന്യജീവി സങ്കേതവും പ്രോജക്റ്റ് എലഫന്റിന്റെ കീഴിലാവുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ആയതുപോലെ 92 കാലഘട്ടങ്ങളിലാണ് വയനാട് വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലഫന്റിന് കീഴിലാകുന്നത്. പെരിയാറും അങ്ങനെയായിരുന്നല്ലോ, പ്രോജക്റ്റ് എലഫന്റിന് കീഴിലായത് 92-ലാണ്. ഇത് ഏത് ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം പഠിക്കണം, 1973. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. ആ മുത്തങ്ങ ബേഗൂർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് മുത്തങ്ങയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. 1973-ലാണ് ഇങ്ങനെ ഒരു വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഓക്കെ, നീലഗിരി എന്ന് പറയുന്ന ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ്. കേരള, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു വന്യജീവി സങ്കേതമാണ്. കേരളവും തമിഴ്നാട്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട കുറെ ഇഷ്യൂസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂര്, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ അതിർത്തി എന്ന് പറയുന്നത് കേരളവും തമിഴ്നാടും കർണാടകവുമാണ് എന്നതുകൂടി ഓർത്തു വെക്കണം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് 1973. അതായത് മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന വർഷമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ ഏത് ഗ്രാമപഞ്ചായത്തിലാണെന്ന് ചോദിച്ചാൽ അത് പറയേണ്ടത് മുതലമടയിലാണ്. പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് ഇതിന്റെ ആസ്ഥാനം. തൂണക്കടവ്. ഓക്കെ, കേരളത്തിലൂടെ ഔദ്യോഗികമായ പ്രവേശന കവാടമില്ലാത്ത എന്നാൽ തമിഴ്നാടിലൂടെ പ്രവേശന കവാടമുള്ള ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് പറമ്പിക്കുളം. കേരളത്തിലൂടെ ഔദ്യോഗികമായ പ്രവേശന കവാടമില്ലാത്ത ഏക സംരക്ഷണ കേന്ദ്രം കൂടിയാണ് പറമ്പിക്കുളം. പറമ്പിക്കുളം നിലവിൽ വന്നത് 1973. പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല. പറമ്പിക്കുളം വന്യജീവി സങ്കേതം അവിടെ ഏത് ഗ്രാമപഞ്ചായത്തിലാണെന്ന് ചോദിച്ചാൽ മുതലമട. ഇതിന്റെ ആസ്ഥാനം തൂണക്കടവ്. കൃത്യമായി നമ്മൾ മൂന്നാമത്തെ വന്യജീവി സങ്കേതത്തെ കുറിച്ച് പറയുകയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ്, കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മൾ പെരിയാറാണെന്ന് പറയും. ഇന്ത്യയിലെ 10ാമത്തത് കൂടിയാണ്. എന്നാൽ ഇന്ത്യയിലെ 38ാമത്തേതും എന്നാൽ കേരളത്തിലെ രണ്ടാമത്തേതുമായ ഒരു ടൈഗർ റിസർവിന്റെ പേരാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം റിസർവായി പ്രഖ്യാപിക്കപ്പെടുന്നു 2010. തമിഴ്നാട്ടിലൂടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ റെഡ് ഡേറ്റ ബുക്കിൽ എപ്പോ വേണമെങ്കിലും ഇത് നാശം സംഭവിക്കും. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാലും ഇതാണ്. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ഇന്ദിരാഗാന്ധി ആനമലൈ എന്ന് പറയുന്ന ദേശീയോദ്യാനം. അതായത് നമ്മുടെ ഈ പറമ്പിക്കുളത്തേക്ക് കയറണമെങ്കിൽ ഇവിടെ തമിഴ്നാട്ടിലൂടെ മാത്രമേ അതിന്റെ എൻട്രൻസ് ഉള്ളൂ ഔദ്യോഗികമായി. കേട്ടോ, ഊടുവഴികളൊക്കെ ഉണ്ടാവുമായിരിക്കും. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിൽ ഒരു വന്യജീവി സങ്കേതമുണ്ട്, അതും PSC ചോദിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം. ഓക്കെ, ആനമലൈ എന്നാണ് അത് അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. 1984-ലാണ് ഇത് നിലവിൽ വന്നത്.
ഏകദേശം 171 കിലോമീറ്റർ സ്ക്വയറിലാണ് ഇതിന്റെ ഒരു പരപ്പളവ്, ഇതിന്റെ ഒരു വിസ്തീർണം. ചെന്തുരുണി കൊല്ലം ജില്ലയിലെ ഒരേ ഒരു വന്യജീവി സങ്കേതം. ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ്. ഒരു മരത്തിന്റെ, ആ മരമാണ് നമുക്കിവിടെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം, ഈ ചെന്തുരുണി എന്ന് പറയുന്ന മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ്. ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ്. ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുണ്ടല്ലോ, തുമ്പികൾ അല്ലെ, ആ തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന ഒരു വന്യജീവി സങ്കേതമാണ് 2012. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തുമ്പികളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. തുമ്പികളെയൊക്കെ നമ്മൾ പണ്ട് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് തുമ്പികളൊക്കെ നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു പോയി. അങ്ങനെ തുമ്പികളുടെ കണക്കെടുപ്പ് ഇന്ത്യയിൽ ആദ്യമായി നടന്നത് ഈ ചെന്തുരുണിയിലാണ് 2012. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൊല്ലം ജില്ലയിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ്. 171 കിലോമീറ്റർ സ്ക്വയറിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു വന്യജീവി സങ്കേതം. ഈ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് 84 കാലഘട്ടങ്ങളിലാണ്. 1984 ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഇത് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന ആദ്യത്തെ വന്യജീവി സങ്കേതം കൂടിയാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഈ തെന്മല എക്കോ ടൂറിസം അവിടെയാണ്, ബട്ടർഫ്ലൈ പാർക്കൊക്കെ ഉള്ളത് അവിടെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെയ്യാറിനെ കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ്. ഏകദേശം 128 കിലോമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ വിസ്തീർണം. അതുപോലെ അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, അതായത് നമ്മൾ ഈ മുതലയുമായി ബന്ധപ്പെട്ട ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ, റിസർച്ച് സെന്റർ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ് നെയ്യാർ. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട വഴിയാണ് നമ്മൾ ഈ ഒരു നെയ്യാർ ഡാമിലേക്ക് നമ്മൾ പോകുന്നത്. നെയ്യാർ വന്യജീവി സങ്കേതത്തിലേക്ക് പോകുന്നത് അവിടെയാണ്. ഈ ഒരു വന്യജീവി സങ്കേതം സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് തിരുവനന്തപുരം ജില്ലയിലാണ്. 1958 ഈ ഒരു വന്യജീവി സങ്കേതം വരുന്നത്. അതുപോലെ നെഹ്റു സുവോളജിക്കൽ പാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിൽ ഉള്ള നെയ്യാർ ലയൺ സഫാരി പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ സ്ഥലവും അതിന്റെ വന്യജീവി സങ്കേതവും ഒക്കെ നമുക്ക് പറയാൻ പറ്റണം. ഏത് സ്ഥലത്താണെന്ന് പറയണം. നെയ്യാർ വന്യജീവി സങ്കേതം 1958 തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 2 ഉണ്ട്. ഒന്ന് പേപ്പാറയും ഉണ്ട്, 2 ഈ നെയ്യാറും ഉണ്ട്. ഓക്കെ, അത് രണ്ടും ഓർത്ത് വെച്ചോണം. ഇനി നെയ്യാർ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒരു ദ്വീപിലാണ്. നെയ്യാർ ഡാമിന് തൊട്ടടുത്തുള്ള മരക്കുന്നം ദ്വീപ് എന്ന് പറയും. അതും തിരുവനന്തപുരം ജില്ലയിലാണ്. അത് ഈ നെയ്യാർ ലയൺ സഫാരി പാർക്ക് വളരെ പ്രശസ്തമാണ്. ഇത് ആരംഭിച്ച വർഷം, നെയ്യാർ ലയൺ സഫാരി പാർക്ക് ആരംഭിച്ച വർഷം 1984. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക്, ഏഷ്യയിലെ 2ാമത്തെ ലയൺ സഫാരി പാർക്കും കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 2022 കേന്ദ്ര മൃഗശാല അതോറിറ്റി അംഗീകാരം റദ്ദാക്കിയ ഒരു സഫാരി പാർക്ക് കൂടിയാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചിന്നാറിനെ കുറിച്ചാണ്. ചിന്നാർ രാജ്യാന്തര പ്രശസ്തി ആർജിച്ച ഒരു വന്യജീവി സങ്കേതമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 1984 നിലവിൽ വന്ന ചിന്നാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം. നമ്മൾ എപ്പോഴും പത്രങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ പരീക്ഷകളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട് ഈ ചാമ്പൽ മലയണ്ണാൻ, അതുപോലെ തന്നെ നക്ഷത്ര ആമ, ഇതൊക്കെ കാണപ്പെടുന്ന വളരെ വിചിത്രങ്ങളായ വൈവിധ്യങ്ങളായ ഒരുപാട് ജീവജാലങ്ങളുള്ള ഒരു വന്യജീവി സങ്കേതം കൂടിയാണിത്. ഇത് കാണപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ്. നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ പറയണം ജിയോകെലോൺ എലഗൻസ് എന്നാണ്. എന്നാൽ ചാമ്പൽ മലയാളത്തിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് റാട്ടുഫ മാക്രോറ എന്നാണ്. ഇത് രണ്ടും പഠിക്കണം. നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം പഠിക്കണം, ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം പഠിക്കണം. ഇത് രണ്ടും കാണപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അത് നിലവിൽ വന്ന വർഷം 1984. ഓക്കെ, അതുപോലെ തന്നെ കാട്ടുപോത്തുകൾ, ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ എവിടെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ വെള്ള നിറത്തിലുള്ള കാട്ടുപോത്തുകൾ ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ് ചിന്നാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗ്ഗർ ഇനത്തിൽപ്പെട്ട മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ ആദ്യമായി യൂറേഷ്യൻ
നീർനായകളെ കണ്ടിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ്. അത് പറഞ്ഞില്ലേ, ഒരുപാട് വൈവിധ്യങ്ങളാർന്ന ജീവജാലങ്ങളുള്ള ഒരു വന്യജീവി സങ്കേതമാണ് ചിന്നാർ. സ്ഥാപിതമായ വർഷം 1984. വെളുത്ത നിറത്തിലുള്ള കാട്ടുപോത്തുകൾ കാണപ്പെടുന്നു, ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്നു, നക്ഷത്ര ആമകൾ കാണപ്പെടുന്നു. അതിന്റെ എല്ലാം ശാസ്ത്രീയ നാമങ്ങൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ് ആണ് ആനമലൈ. ഇന്ദിരാഗാന്ധി നേരത്തെ പറഞ്ഞു. അപ്പോൾ വെള്ളക്കാട്ടുപോത്തുകൾ കാണപ്പെടുന്നു, ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്നു, ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്നു, നക്ഷത്ര ആമകൾ കാണപ്പെടുന്നു, നീർനായ യൂറേഷ്യൻ നീർനായകൾ കാണപ്പെടുന്നു. ഇങ്ങനെ വൈവിധ്യമാർന്ന കുറെ ജീവജാലങ്ങൾ കാണപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. വർഷം മറക്കണ്ട, 1984. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം. ഒരു കുറിഞ്ഞിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറിഞ്ഞി ബുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രമുള്ള ഇന്ത്യയിലെ ഒരു വന്യജീവി ഒരു ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി. ഇടുക്കിയിലാണ്, 2006 വരുന്നത്. അവിടെയാണ് നീലക്കുറിഞ്ഞി പൂത്തു എന്ന് പറയാറുള്ളത്. 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. ഇതൊക്കെ PSC ചോദിച്ച് തളർന്ന ചോദ്യങ്ങളാണ്, ഈ നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ടതും ഈ ശാസ്ത്രീയ നാമവും ഒക്കെ. 2023 നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം വകുപ്പ് പ്രഖ്യാപിച്ചു. അതും നമുക്ക് പറിച്ചുകൊണ്ട് പോകാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. സംരക്ഷിതമായ ഒരു പ്ലാന്റ് ആയി 2023 നീലക്കുറിഞ്ഞിയെ പ്രഖ്യാപിക്കപ്പെടുന്നു. അതിന്റെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് കുറിഞ്ഞി എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ. ഇത് പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി. ഇതുണ്ടാവും, കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന കാണാൻ ഒരുപാട് വിദേശികളടക്കം ഇവിടെ വരാറുണ്ട്. ഇതിന്റെ പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നു. കേരളത്തിൽ ഏകദേശം 18 ഇനം കുറിഞ്ഞികളുണ്ട്. എല്ലാ വർഷവും കുറിഞ്ഞി പൂക്കുന്ന, എല്ലാ വർഷവും പൂക്കുന്ന ഒരു കുറിഞ്ഞി ഇനമുണ്ട്. അതിന്റെ പേര് കരിങ്കുറിഞ്ഞി എന്നാണ്. അപ്പം ഒരുപാട് ഇനം കുറിഞ്ഞി പൂക്കളുണ്ട്. അതില് എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയുണ്ട്, അത് കരിങ്കുറിഞ്ഞിയാണ്. സാധാരണ 12 വർഷത്തിലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറിഞ്ഞി പൂക്കുന്നത്. ഓക്കെ, നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കി. അതാണ് 2006 കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കി ഇന്ത്യൻ തപാൽ വകുപ്പ്. വർഷം 2006. എന്ത് വൈവിധ്യങ്ങളാർന്ന കുറെ പോയിന്റുകളാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. അതായത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. 18 വന്യജീവി സങ്കേതങ്ങൾ, അതിന്റെ വർഷം, അതിന്റെ പ്രത്യേകതകൾ. ഇത് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ക്ലാസിന്റെ ആവശ്യം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊന്നും നമുക്ക് ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ആറളം എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്. 1984 തന്നെയാണ് ഈ വന്യജീവി സങ്കേതവും വന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് നെയ്യാർ എന്ന് പറഞ്ഞു. എന്നാൽ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം. നെയ്യാർ 1958 നിലവിൽ വരുന്നത്. അവിടെയാണ് ഈ ലയൺ സഫാരി പാർക്ക് ഒക്കെ ഉള്ളത്. ഇനി സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം. വളരെ ഇമ്പോർട്ടന്റ്, PSC ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം. കേരളത്തിൽ പൂമ്പാറ്റകൾ. അപ്പോ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ്? അത് ചെന്തുരുണി, തെന്മലയിലാണ് അല്ലെ, കൊല്ലം ജില്ലയിലാണ്. എന്നാൽ കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ്. കർണാടകയിലെ കൂർഗ് വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന, കർണാടകയിലെ കൂർഗ്, വളരെ പ്രധാനപ്പെട്ട കൂർഗ് വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ആറളം. PSC ആറളം വന്യജീവി സങ്കേതം എവിടെയെന്നും ചോദിച്ചിട്ടുണ്ട്. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ണൂരാണ് എന്ന് പറയാൻ, അതെന്ന് ഓർമ്മിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ ഒരു ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭത്തിന്റെ പേരാണ് സഹ്യാദ്രി തവിടൻ, അതേപോലെ തന്നെ നാൽവരയൻ നീലി. ഇത് രണ്ടും അവിടെ, അതായത് ആറളത്തിൽ കണ്ടെത്തിയ 2 പുതിയ ചിത്രശലഭ ഇനങ്ങളാണ്. കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ്. കേരളത്തില് ഏറ്റവും അവസാനമായി 2014 നിലവിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ്. ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 227.97 കിലോമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഈ ഒരു വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുറുത്തി ദേശീയോദ്യാനം. മുക്കുറുത്തി ദേശീയോദ്യാനം തമിഴ്നാട്ടിലാണ്. അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും അവസാനം, കേരളത്തിൽ ഏറ്റവും അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതമായ കരിമ്പുഴയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ഒരു ദേശീയോദ്യാനമാണ് മുക്കുറുത്തി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ
ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു പന്നിമൂക്കൻ തവള കാണപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണെന്ന്. ഇതാണ് ഉത്തരം എഴുതേണ്ടത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന ഒരു അപൂർവ ഇനം ഫ്രോഗ് തവളയാണ് എന്താ പറയുക, പന്നിമുക്കൻ തവള. ഈ ഒരു കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു വന്യജീവി സങ്കേതം തന്നെയാണ് കേട്ടോ ഇത് അമരമ്പലം അതേപോലെ തന്നെ വടക്കേക്കോട്ട എന്ന് പറയുന്ന വനമേഖലകൾ അടങ്ങുന്നതാണ് ഈ ഒരു കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇനി മുക്കുറുത്തി ദേശീയോദ്യാനം തെക്ക്, സൈലന്റ് വാലി വടക്ക് കിഴക്ക് എന്നിവ ഈ ഒരു വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തികൾ പങ്കിടുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് വിട പറയുകയാണ്. മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എഴുതാതെ പോകരുത്, നല്ല അടി കിട്ടും. അപ്പോ മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതണം. 15ാമത്തെ ക്ലാസ് പരീക്ഷയാണ്, ഗംഭീരമായി പഠിച്ചെഴുതണം. ഹൈക്കോടതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ കുറെ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ അതേപോലെ പീരിയോഡിക് ടേബിളിന്റെ 2 ക്ലാസ് കഴിഞ്ഞു, ബയോളജിയിൽ നിന്നും ജെനറ്റിക്സ് കഴിഞ്ഞു, അതേപോലെ പിന്നെന്ത് കഴിഞ്ഞു, ജെനറ്റിക്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ഹൈപ്പോതലാമസ് കഴിഞ്ഞു. നാളെ പിറ്റ്യൂട്ടറി വരും. അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതി വരാനുണ്ട്, പിന്നെ വൈക്കം സത്യാഗ്രഹം വരാനുണ്ട്. ഈ മാസ്റ്റർ ക്ലാസ് ഒരു 100 ക്ലാസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ക്ലാസ്സിൽ നമ്മൾ നോക്കുക, ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഈ മാസ്റ്റർ ക്ലാസ്സിൽ നിന്ന് കിട്ടും. പണി നമുക്കറിയാം, നമ്മളത് ചെയ്യും. നിങ്ങളതനുസരിച്ച് പഠിച്ചാൽ നമുക്ക് ഒരുമിച്ച് ജോലിയിൽ കയറാം. ഞാൻ കയറുന്നില്ല, നിങ്ങൾക്ക് കയറാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിയിൽ കയറാവുന്ന ഒരു നല്ല വർഷമായി 2026 മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും കാണണം. ബൈ ബൈ.